ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്ത് നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. Three of Pentacles, Death, Five of Wands, King of Swords, Justice, Knight of Wands, Seven of Pentacles. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ കരിയറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബിസി ആണെന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു കരിയറിലൊക്കെ എന്തൊക്കെയോ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടും, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടും വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു സാഹചര്യമാണെന്നുമാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. കൂടാതെ നമുക്ക് ഒരു ഡെത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു റീഡിംഗ് കാണുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് മറ്റൊരു വഴിയിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഫൈവ് ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്തൊരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. പല വ്യക്തികളുമായിട്ട് തർക്കങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ പോലും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം പല സ്ഥലത്ത് നിന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു ചതികൾ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടെ വിശ്വസിച്ച് നിന്ന വ്യക്തികളൊക്കെ ഇവർക്കെതിരെ എന്തൊക്കെയോ അതായത് ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവർക്കെതിരെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടിലൂടെയും ഒരു തിരക്കിലൂടെയും പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത്. കൂടാതെ ഒരു കിങ് ഓഫ് സോർട്സ് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇനി എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത് ആരാണ് എന്ന് മനസ്സിലാക്കുകയും എല്ലാവരുമായിട്ട് കൂടുതൽ പേരുമായി ഇവിടെ ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തികളെയും ഇപ്പോൾ വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അത്രത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും നമുക്കിവിടെ അവരുടെ ഒരു ജോബുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യക്തി നിൽക്കുന്ന ആ ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെയോ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി പല വ്യക്തികളിൽ നിന്നും ഈ ഒരു സമയത്ത് അകന്നു നിൽക്കുന്നതായിട്ടും വളരെയധികം ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ആരെയും വിശ്വാസമില്ല എന്നാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ നമുക്കൊരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് അതായത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഇവർ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഒരു കർമ്മയാണ്. ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ചില തെറ്റുകൾ ഒരു പക്ഷെ നിങ്ങളോട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇത്രയും ഇവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു കർമ്മയുടെ ഒരു സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. അവർ ചെയ്ത ചില മോശം കർമ്മകൾ അവർ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അവർ ചെയ്യാത്ത കുറ്റത്തിനാണ് കൂടുതലും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്.
അപ്പോൾ ഇവിടെ കർമ്മ പ്രവർത്തിക്കുന്ന ഒരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഒരു നൈറ്റ് ഓഫ് വാൺസ് കിട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഇപ്പോൾ അതായത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. ഈ ഒരു സമയത്ത് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു മനസ്സിൽ ആലോചിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ ഇപ്പോൾ എടുത്തിട്ടില്ല. പക്ഷെ ഉടൻ തന്നെ ഇവർ ഒരു ആക്ഷൻ എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഇവർ നിങ്ങൾക്ക് അരികിലോട്ട് വരുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇത് ഒരു 7 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. അതായത് നിങ്ങളോട് വളരെയധികം കുറച്ച് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയോട് ക്ഷമിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന എനർജിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു 7 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ ഒരു സമാധാനമില്ല, സന്തോഷമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ ഒരു സമയത്ത് നേരിടുന്നു. പ്രത്യേകിച്ച് അവരുടെ ജോബുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് കാണിക്കുന്നത്. പല വ്യക്തികളിൽ നിന്നും അവർക്കൊരു ചീറ്റിംഗ് ഒക്കെ ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു വ്യക്തി ചെയ്ത ചില കാര്യങ്ങൾക്കുള്ള കർമ്മ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവർ നിങ്ങൾക്ക് അരികിലോട്ട് തിരിച്ചു വരുമെന്നും നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആ ഒരു വ്യക്തിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.